ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ മെസ്സേജ് അയച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം ഇപ്രകാരമാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്: എൻ്റെ ചാനലിൽ 100K കഴിഞ്ഞതാണ്. അപ്പോൾ ഞാൻ യൂട്യൂബിൽ ഫാൻ പേജ് ആയിട്ടാണ്. ഇപ്പോൾ ഇത് മോണിറ്റൈസ് ആഗ്രഹമില്ല, ബട്ട് പ്ലേ ബട്ടൺ കിട്ടണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. അതുകൊണ്ട് എങ്ങനെ എന്ന് പറയാമോ പ്ലീസ്? എന്തെന്നാൽ ഫാൻ പേജ് ആയിട്ടായതുകൊണ്ട് മോണിറ്റൈസേഷൻ ചെയ്യാൻ നേരം റീയൂസ്ഡ് കണ്ടന്റ് എന്ന് വന്നു. അതാ എനിക്ക് മോണിറ്റൈസേഷൻ ചെയ്യാൻ ആഗ്രഹമില്ല, പ്ലേ ബട്ടൺ വേണമായിരുന്നു. അപ്പോൾ ഈ ഒരു കാര്യമാണ് അവർ സൂചിപ്പിക്കുന്നത്. അവർക്ക് 100K സബ്സ്ക്രൈബേഴ്സ് എല്ലാം വന്നിട്ടുണ്ട്. അവർക്ക് ചാനൽ മോണിറ്റൈസ് ആകാനുള്ള പ്രശ്നമെല്ലാം കാണിക്കുന്നു. എന്നാൽ ഇത്തരത്തിൽ അവർക്ക് പ്ലേ ബട്ടൺ എലിജിബിലിറ്റി ഉണ്ടോ എന്നെല്ലാമാണ് അറിയേണ്ടത്. അപ്പോൾ നമ്മുടെ ചാനൽ ഇത് യൂട്യൂബ് പാർട്ട്ണർ പ്രോഗ്രാമിലെ മെമ്പർ അല്ല എങ്കിലും നമുക്ക് ഇപ്രകാരം പ്ലേ ബട്ടൺ എല്ലാം നേടാൻ സാധിക്കും. എന്നാൽ നമ്മൾ ചെയ്യേണ്ടതായ കുറച്ച് കാര്യങ്ങളെല്ലാം ഇവിടെയുണ്ട്. ഇതിനായി ആദ്യം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ചാനലിന്റെ എലിജിബിലിറ്റി ഇത് നമുക്ക് തന്നെ സെർച്ച് ചെയ്ത് ചെക്ക് ചെയ്യാനെല്ലാം സാധിക്കും. അപ്പോൾ ഇത് എപ്രകാരമാണ് എന്ന് നമുക്ക് നോക്കാം. ഇതിനായി ആദ്യം നിങ്ങൾ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ ഗെറ്റ് എ യൂട്യൂബ് ക്രിയേറ്റർ അവാർഡ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ യൂട്യൂബ് ക്രിയേറ്റർ അവാർഡ്സ് എന്നൊരു പേജ് ലഭിക്കും. ഇവിടെ നമ്മൾ ടാപ്പ് ചെയ്യുക. ഇത്തരത്തിൽ ടാപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ സ്ക്രോൾ ചെയ്ത് മുകളിലേക്ക് വരുമ്പോൾ ഗെറ്റ് എ യൂട്യൂബ് ക്രിയേറ്റർ അവാർഡ് എന്ന് ഇവിടെ ഈ ബ്ലൂ ലേഔട്ടിൽ ഇതിൽ വൈറ്റ് കളറിൽ വന്നിരിക്കുന്നത് കാണാം. ഇതിൽ നമ്മൾ ടാപ്പ് ചെയ്യുക. ഇപ്രകാരം ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ ID യൂസ് ചെയ്ത് ഇപ്പോൾ നമ്മൾ കറൻ്റ്ലി യൂസ് ചെയ്തിരിക്കുന്ന Gmail ID വെച്ചാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഏതാണോ ID അതിൽ കറക്റ്റായി ലോഗിൻ ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഇപ്രകാരം ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യാൻ. അപ്പോൾ ഈ ഒരു ചാനലിൽ 10% മാത്രമാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ എല്ലാം മീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇപ്രകാരം ഇത് 100% എല്ലാം ആകുമ്പോൾ ഇപ്രകാരം നമുക്ക് ഇവിടെ നിന്ന് കണ്ടിന്യൂ എന്നതിന് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ക്രിയേറ്റർ അവാർഡിന് വേണ്ടി ഇതിനു വേണ്ടി നമുക്ക് അപ്ലൈ ചെയ്യാനെല്ലാം സാധിക്കും. അപ്പോൾ ഇപ്രകാരം ഇത് നിങ്ങളുടെ ചാനലിൽ ഇത്തരത്തിൽ 100K എല്ലാം ആയിട്ടുണ്ട് എങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്തു നോക്കുക. എന്നാൽ ഇത് മാത്രമല്ല, നമ്മുടെ ചാനലിന് ക്രിയേറ്റർ അവാർഡ് എല്ലാം ലഭിക്കണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ ചാനൽ യൂട്യൂബ് പോളിസി അനുസരിച്ചുള്ള വീഡിയോസ് എല്ലാം ആയിരിക്കണം അപ്ലോഡ് ചെയ്തിരിക്കേണ്ടത്. കാരണം 100K സബ്സ്ക്രൈബേഴ്സ് തികഞ്ഞു എന്നതുകൊണ്ട് മാത്രം നമുക്ക് ഇത്തരത്തിൽ ക്രിയേറ്റർ അവാർഡ് ലഭിക്കില്ല. അപ്പോൾ ഇതിനായി കുറച്ച് എലിജിബിലിറ്റി ക്രൈറ്റീരിയ എല്ലാം തന്നിരിക്കുന്നത് നമുക്ക് ആക്റ്റീവ് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ വയലേഷൻ ഒന്നും തന്നെ അവസാനം 365 ദിവസത്തിൽ വരാൻ പാടില്ല എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ യു ആർ ഇൻ കംപ്ലൈന്റ്സ് വിത്ത് യൂട്യൂബ്സ് ടേംസ് ഓഫ് സർവീസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് യൂട്യൂബിന്റെ ടേംസ് ഓഫ് സർവീസ് എല്ലാം അനുസരിച്ചുള്ള വീഡിയോസ് ഇതെല്ലാം ആയിരിക്കണം നമ്മുടെ ചാനലിൽ ഉണ്ടായിരിക്കേണ്ടത്. അതുപോലെ നിങ്ങൾക്ക് യു ഡോണ്ട് ഹാവ് ബീൻ സസ്പെൻഡഡ് ഫ്രം ദി യൂട്യൂബ് പാർട്ട്ണർ പ്രോഗ്രാം. നമ്മൾ ഒരിക്കൽ യൂട്യൂബ് പാർട്ട്ണർ പ്രോഗ്രാമിൽ നിന്നും സസ്പെൻഡ് ആയിട്ടുണ്ടെങ്കിലൊന്നും നമുക്ക് ഇത്തരത്തിൽ ഈ ക്രിയേറ്റർ അവാർഡ് ലഭിക്കാൻ അർഹമല്ല. അതുപോലെ യുവർ ചാനൽ ഈസ് നോട്ട് ടെർമിനേറ്റഡ് ഓർ ലിങ്ക് ടു എ അക്കൗണ്ട് ദാറ്റ് ഹാസ് ബീൻ ടെർമിനേറ്റഡ്. അപ്പോൾ നമ്മുടെ ചാനൽ നേരത്തെ ടെർമിനേറ്റ് ആയതോ അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ടെർമിനേറ്റ് ആയ ഒരു ചാനലുമായി ലിങ്ക് ചെയ്തിട്ടില്ല എന്നതും ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതുപോലെ നമ്മുടെ ചാനലിൽ ഡിസെപ്റ്റീവ്, സ്പാമി അല്ലെങ്കിൽ സ്കാം കണ്ടന്റ് എല്ലാം ഉണ്ടെങ്കിലും നമുക്ക് ഇത്തരത്തിൽ ക്രിയേറ്റർ അവാർഡ് ഒന്നും ലഭിക്കില്ല എന്ന് ഇവിടെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരുപാട് കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിച്ച് വീഡിയോസ് അല്ലെങ്കിൽ കണ്ടന്റ് എല്ലാം അപ്ലോഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു ക്രിയേറ്റർ അവാർഡ് എല്ലാം ലഭിക്കുക. അതുപോലെ മറ്റുള്ളവരുടെ കണ്ടന്റ് എല്ലാം ഒരുപാട് വന്ന് കോപ്പിറൈറ്റ് കണ്ടന്റ് എല്ലാം വന്നിട്ടുണ്ടെങ്കിലെല്ലാം നിങ്ങൾക്ക് ഇത്തരത്തിൽ ഈ എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ നിന്നും നിങ്ങളുടെ ചാനൽ ഒഴിവാകും. അതിനാൽ തന്നെ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ യൂട്യൂബ് തന്നെ നിർദ്ദേശിച്ചിരിക്കുന്ന ഒരു ലിങ്കാണ് ഞാൻ നേരത്തെ കാണിച്ചത്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എല്ലാം ചെക്ക് ചെയ്യാനെല്ലാം സാധിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്